കൊല്ലം മേരൂരിൽ യുവാവിനെ മുഖത്തടിച്ച് പല്ല് കൊഴിച്ച കേസിൽ ബ്ലോഗർ അറസ്റ്റിൽ. കരുനാഗപ്പള്ളി ക്ലാപ്പന സ്വദേശിയായ ശ്രീജിത്താണ് അറസ്റ്റിലായത്. ഒരാഴ്ച മുമ്പ് വടിവാൾ വീശി ഭീഷണി മുഴക്കിയ കേസിലും ശ്രീജിത്ത് പ്രതിയാണ്. ഇതിനിടയിലേക്ക് വ്ലോഗ് ചെയ്യാൻ സമയം കിട്ടുന്നത് അത്ഭുതമുള്ള കാര്യം തന്നെയാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് ബ്ലോഗറായ ശ്രീജിത്ത് ഏരൂർ കരിമ്പിൻകോണം സ്വദേശിയായ വിപിനെ മർദ്ദിച്ചത്. ശ്രീജിത്ത് സമൂഹമാധ്യമങ്ങൾ വഴി മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന നിലയിൽ വീഡിയോ ചെയ്യുക പതിവാണ്. സമാനമായി വിപിനെതിരെയും സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ ചെയ്തു. ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് ഏരൂർ പത്തടിയിൽ വെച്ച് ശ്രീജിത്ത് വിപിനെ മുഖത്തടിച്ചു പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരുക്കേറ്റ വിപിന്റെ 3 പല്ലുകൾ ഇളകിപ്പോയി. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ശ്രീജിത്ത് ഒളിവിൽ പോയി. എന്നാൽ അഞ്ചൽ ചണ്ണപ്പേട്ടയ്ക്ക് സമീപത്തുള്ള വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നു എന്നറിഞ്ഞ് പോലീസ് സംഘം വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പല്ലിളകി പോവുകയും ചെയ്തിട്ടുണ്ട്. കൈക്ക് എൻ്റെ കൈ നേരത്തെ ചെറിയ സ്ക്രാച്ചായിട്ട് ഇരുന്നതാണ്. പ്ലാസ്റ്റർ അടിച്ചപ്പോൾ ഒരു 4-5 ദിവസം ആയിട്ടേ ഉള്ളായിരുന്നു. അത് കൈക്ക് വീണ്ടും പ്രശ്നമായിട്ടുണ്ട്. വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിലും ശ്രീജിത്ത് പ്രതിയാണ്. ഈ കേസിൽ ശ്രീജിത്തിനെ കോടതി ജാമ്യം നൽകി വിട്ടയച്ചിരുന്നു. 24 കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.